പല രോഗങ്ങളും മെഡിക്കലി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല, ഞങ്ങളെ കൊണ്ട് പരമാവധി ചെയ്ത് കഴിഞ്ഞു, ഇനി മരണമാണ് മുൻപിൽ എന്ന് പ്രതീക്ഷിച്ച് കഴിയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ഒരു മാരകമായ രോഗം, അത് ക്യാൻസറോ മറ്റ് ട്യൂമറുകളോ, ഒരുപക്ഷെ പാരാലിസിസ് ബാധിച്ച് നിങ്ങളതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഡയാലിസിസ് ചെയ്ത് നിങ്ങളുടെ കിഡ്നിയെല്ലാം വീക്കായി നിങ്ങൾ മരണത്തിലേക്ക് പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഡോക്ടർമാർ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ മരണം കാത്തു കിടക്കുന്ന അവസ്ഥയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ തകർന്നിരിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്ന് വളരെ നിരാശയിലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളെ വിട്ടുകളയുവാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തു പോയ ചില പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില വീഴ്ചകൾ, അത് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമുണ്ട്. ഈ തീരുമാനം എങ്ങനെയായിരിക്കണം? കർത്താവേ, എനിക്കങ്ങ് ആയുസ്സും ആരോഗ്യവും തന്ന് എന്നെ പഴയതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് തിരികെ മടക്കിക്കൊണ്ട് വരണം. അങ്ങനെ എന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ കർത്താവെ, ഞാൻ അങ്ങേയ്ക്കായി അധ്വാനിക്കും, അങ്ങേക്ക് വേണ്ടി വേല ചെയ്യും, അങ്ങയുടെ സാക്ഷിയായിട്ട് മാറും. എന്നെപ്പോലെ രോഗം അനുഭവിക്കുന്ന, എന്നെപ്പോലെ പ്രയാസപ്പെടുന്നവരോട് പോയി ഞാൻ അങ്ങയുടെ സാക്ഷിയാകും. ഹിസ്കിയാവ് രാജാവിനോട് പ്രവാചകൻ പറഞ്ഞു, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ചുവരിലേക്ക് തിരിഞ്ഞ്, മുഖം തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതായത് ഹിസ്കിയാവ് പിന്നെ ജീവിതത്തിൻ്റെ ആകുലകളിലേക്ക് നോക്കിയില്ല, ലോകത്തിലേക്ക് നോക്കിയില്ല, പൂർണ്ണമായിട്ടും തിരിഞ്ഞ് ദൈവത്തിലേക്ക് ഹൃദയം പകർന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, ചില തീരുമാനങ്ങൾ നിങ്ങൾക്കെടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. തിരികെ ജീവനിലേക്ക് ദൈവം കൊണ്ടുവരും. അല്ല എങ്കിലും നിത്യജീവൻ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഒരു പക്ഷേ നിങ്ങൾ മരിക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക, കർത്താവേ, ഞാൻ മരിച്ചാലും ജീവിച്ചാലും അങ്ങയുടെ കൂടെ. സ്വർഗരാജ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയണം, നിത്യത ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ലൂക്കോസ് 18:27 പറയുന്നു, മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യം. ദൈവത്തിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കുക. രോഗങ്ങൾ സൗഖ്യമാകും. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. സൗഖ്യമാക്കുന്ന ദൈവം യഹോവ റാഫ കൂടെയുണ്ട്.